ആദിവാസികൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ ഊർജ്ജ സ്വയം പര്യാപ്തത കൂടി ഉൾപ്പെടുത്തി പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് വയനാട്ടിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്. കാറ്റാടി യന്ത്രങ്ങളും സൗരോർജ്ജ വിളക്കുകളുമാണ് സബർമതി ഉന്നതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കാർബൺ സന്തുലിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ് കൂടിയാണ് ഈ പദ്ധതി. എല്ലാ അർത്ഥത്തിലും ഒരു മാതൃകാ പുനരധിവാസ പദ്ധതിയാണ് മീനങ്ങാടിയിലെ സബർമതി ഉന്നതി. വീടും ഭൂമിയുമില്ലാത്ത ഗോത്രവർഗ കുടുംബങ്ങൾക്കായി മീനങ്ങാടി പഞ്ചായത്ത് 29 ലക്ഷം രൂപ ചെലവിലാണ് 1.21 ഏക്കർ സ്ഥലം വാങ്ങിയത്. ലൈഫ് പദ്ധതിയിൽ 6 ലക്ഷം വീതം ചെലവഴിച്ച 24 വീടുകൾ നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 85 ലക്ഷം രൂപയും സംസ്ഥാന വിഹിതമായി 44 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 13 ലക്ഷവും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. തൊഴിലുറപ്പ് പദ്ധതിയിലും 54 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇതിനൊക്കെ പുറമെയാണ് ഊർജ്ജ രംഗത്തെ സ്വയം പര്യാപ്തത. 15ഓളം സൗരോർജ്ജ ലൈറ്റുകളും 500 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന കാറ്റാടി യന്ത്രവുമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ കാർബൺ സന്തുലിത പഞ്ചായത്ത് എന്ന നേട്ടത്തിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് ഈ പദ്ധതി. സൗരോർജ്ജ പദ്ധതിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാ വീടുകൾക്കും പ്രകാശം കിട്ടുന്ന തരത്തിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ, അതോടൊപ്പം വിൻഡ് മില്ലും ഇതോടൊപ്പം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സുസ്ഥിര വികസന മാതൃക എന്ന നിലയിലാണ് ഈ പദ്ധതിയെ ഗ്രാമപഞ്ചായത്ത് നോക്കിക്കാണുന്നത്. ഒരു ഭാഗത്ത് കാർബൺ തുലിത പ്രവർത്തനങ്ങളുടെ ഗ്രാമീണ മാതൃക എന്ന നിലയിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഊർജ്ജ മേഖലയിൽ നിന്നുള്ള കാർബണിൻ്റെ ബഹിർഗമനം പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവും ഈ പദ്ധതിയുടെ പിന്നിലുണ്ട്. 10,40,400 രൂപ ചെലവിലാണ് സൗരോർജ്ജ വിളക്കുകളും കാറ്റാടി യന്ത്രവും സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്തിന് പുറമെ അനട്ട്, നബാർഡ്, ശ്രേയസ് തുടങ്ങിയ സ്ഥാപനങ്ങളും ഇതിനായി തുക നൽകി. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി അല്ലേ? ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് വയനാട്ടിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ കാർബൺ സന്തുലിത പഞ്ചായത്താക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. അതിനുള്ള പദ്ധതികൾ തന്നെയാണ് ഇപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കുന്നത്. അതിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഈ സബർമതി ഉന്നതിയിൽ നടന്നിരിക്കുന്നത്. അവിടെ വീടുകൾ നിർമ്മിച്ച് അവിടേക്കുള്ള ഊർജ്ജം ഒരു സ്വയം പര്യാപ്തമായ നിലയിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് സോളാർ വൈദ്യുതിയും അതുപോലെ വിൻഡ് മില്ലൊക്കെ സ്ഥാപിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു മാതൃകാ പദ്ധതിയാണിത്. അവിടെ 6 ലക്ഷം രൂപ ചിലവിൽ ലൈഫ് പദ്ധതിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ആ തുകയ്ക്ക് നിർമ്മിക്കാവുന്ന ഏറ്റവും മികച്ച വീടുകൾ, ലിൻഡിലും അതുപോലെ ബെൽറ്റൊക്കെ വാർത്ത് മികച്ച വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് KE വിനയൻ പ്രസിഡന്റായ പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് ഈ സമയത്ത് തന്നെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി നേടുന്നു. കാർഷിക മേഖലയിലെ നേട്ടത്തിന് ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടുന്നു. സംസ്ഥാനത്ത് LDF സർക്കാർ ഉള്ളപ്പോൾ UDF ഭരണസമിതി നേതൃത്വം നൽകുന്ന ഒരു പഞ്ചായത്ത് ഇത്രയധികം പുരസ്കാരങ്ങൾ തുടർച്ചയായി നേടുന്നത് തന്നെ അവരുടെ എന്തായാലും ഇതുപോലുള്ള നല്ല പ്രവർത്തികൾ, നല്ല പദ്ധതികളൊക്കെ ചെയ്ത് മീനങ്ങാടി പഞ്ചായത്ത് ഇനിയും മുന്നോട്ട് പോകട്ടെ.